ഓച്ചൻ ചെറിയ ഞരമ്പനാണെങ്കിലും നമ്മുടെ നടന്മാരെക്കായാലും ഭേദമല്ലേ? മലയാളക്കരയിൽ വ്യത്യസ്തനാകുവാൻ വേണ്ടി ചട്ടയും മുണ്ടുമെടുത്ത് കൊലക്കേടുമായി നടക്കുന്ന ഞരമ്പനെ ആളാക്കിയ മാധ്യമങ്ങൾ തന്നെ ഒടുക്കം കൈവിട്ടു. ഇപ്പോൾ പൊങ്കാലയും വിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇവന്റുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു അവസാന അത്താണിയായിരുന്നു ഈ ഞരമ്പൻ ഓച്ചൻ. ഓച്ചന് ഒരു സ്റ്റേജ് എൻട്രി കൊടുക്കുകയും ചളുവടിക്കുവാൻ ഒരു അവസരം കൊടുക്കുകയും ചെയ്താൽ ചോദിക്കുന്ന കാശെണ്ണി കൊടുക്കും. അങ്ങനെയാണ് മാധ്യമ ഫ്ലോറുകളിലും മെഗാ ഷോ വേദികളിലും ഓച്ചൻ സർവ്വവ്യാപിയായത്. അന്നദാതാവായതുകൊണ്ട് തന്നെ മലയാളത്തിലെ എല്ലാ പത്ര ദൃശ്യമാധ്യമങ്ങളും ഓച്ചനോട് കടപ്പെട്ടിരിക്കുന്നു. ഓച്ചനെ സൂചിപ്പിക്കുവാൻ വേണ്ടി അവർ മത്സരിച്ച് ഓച്ചനെ പ്രൊമോട്ട് ചെയ്തു, ആളാക്കി. അങ്ങനെ ഓച്ചന് തന്നെ തോന്നി താനൊരു സംഭവമാണെന്ന്. ഞരമ്പനാണെങ്കിലും വളരെ നല്ല ബിസിനസ് മൈൻഡുള്ള ആളാണ് ഓച്ചൻ. അതുകൊണ്ട് തന്നെയാണ് നെഗറ്റീവ് പബ്ലിസിറ്റി പോലും പോസിറ്റീവ് ആക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ റീച്ചിനെ അദ്ദേഹം തൻ്റെ ബിസിനസ്സിലൂടെ എൻക്യാഷ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരിൽ തന്നെ പല ബ്രാൻഡുകളും ഇന്ന് അദ്ദേഹം ഉണ്ടാക്കി കോടികൾ ലാഭവും ഉണ്ടാക്കുന്നു. ഓച്ചൻ്റെ ചളുവടിക്ക് റീച്ച് കിട്ടുന്നത് കൊണ്ട് സോഷ്യൽ മീഡിയകളും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നു. ദ്വയാർത്ഥത്തിലൂടെയുള്ള പ്രയോഗങ്ങൾ കൊണ്ട് റീച്ച് കിട്ടു. അതുപോലെ ആ പ്രയോഗങ്ങൾക്കെതിരെ ഒരിക്കലും ഡിഫമേഷൻ നിലനിൽക്കില്ല എന്ന ഉറപ്പിലുമാണ് അദ്ദേഹം ഇത്തരം പ്രയോഗങ്ങൾ ആവർത്തിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നടി ഹണി റോസിനെതിരെ സോഷ്യൽ മീഡിയകളിൽ കൂടി നടത്തിയ ആവർത്തിച്ചുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളെ തുടർന്നാണ് നടി ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞത്. അമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാത്ത അഭിനയ തൊഴിലാളികളുടെ സംഘടനയിലെ ആഭാസന്മാർ വരെ നടിക്കിപ്പോൾ പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതിലും എത്രയോ ഭേദമാണ് നമ്മുടെ ഞരമ്പൻ ഓച്ചൻ. നടിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയ 30ഓളം പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടും ഇത്രയും അധിക്ഷേപകരമായ പരാമർശങ്ങൾ നടത്തിയ ഓച്ചനെ അറസ്റ്റ് ചെയ്യുവാൻ പോലീസ് മടിക്കുന്നതിന് കാരണം മറ്റൊന്നുമല്ല. നിയമപരമായി അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ഡിഫമേഷൻ, വ്യക്തിഹത്യ പരിധിയിൽ വരില്ല എന്നതുകൊണ്ടാണ്. ഓച്ചന്റെ അത്തരം ദ്വയാർത്ഥ പ്രകടനങ്ങളിൽ ചിലത് നമുക്കൊന്ന് കാണാം. സെലക്ഷൻ ഇല്ല എന്ന് പറയുന്നു. സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാന്തരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് പറയുന്നത്. രണ്ടുപേരാണ് പോണേ, തിരിച്ചു വരുമ്പോ മൂന്നാമതൊരാളുണ്ടാവും. ഗപ്പായിട്ടാണ് വരും. ഗപ്പ് കല്യാണത്തിന് ശേഷം ഇപ്പോഴും കളി തുടങ്ങിയോ? ഇല്ല, ഇപ്പൊ കളിക്കുന്നില്ല, നിർത്തി. കളി മുടങ്ങാതെ നടന്നോട്ടെ. രാത്രിയാണോ അധികം കളി? രാത്രി 12 മണിക്ക് 1 മണിക്ക്. രാത്രി 12 മണിക്ക് 1 മണിക്ക്. അപ്പൊ ഉറക്കൊന്നുമില്ലേ? എത്ര കാലം ഈ ഓട്ടം തുടങ്ങിയിട്ട്? നന്നായി ഓടുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചൊരു ഓട്ടക്കാരിയാണെന്ന് കണ്ടു. നല്ല ടൈം കാര്യങ്ങളൊക്കെ നടക്കും. അറിയാലേ എന്ത് ഈ ശബ്ദമൊക്കെ കേൾക്കണ്ട്. കുതിരപ്പുറത്താണ് ആധാരിക വരുന്നത്. ആ അമ്മേ, അയ്യോ, ഇതിലെന്തോ ഒരു കുറവുണ്ടല്ലോ. ഇതും കൂടെ അവിടെ കുത്തിവെച്ചാ ഭംഗിയായി. ഊരാനൊക്കെ പറ്റുമല്ലേ? ഇത് സിബും പട്ടണമൊക്കെ ഉണ്ടോ? അല്ല, ഒരു ഡൗട്ട് ഉണ്ട്. ഊരി കാണിക്കാവോ? സ്വന്തമായിട്ടുണ്ടാക്കുമ്പോഴുള്ള സുഖം മറ്റുള്ളവരുണ്ടാക്കിയാ എനിക്ക് കിട്ടില്ലല്ലോ. ഇത് പിടിക്കാനേ അറിയണം. നന്നായി പിടിച്ചാലേ ഒരു വശം ഉണ്ടല്ലോ. നന്നായി പിടിച്ചാലേ വരുള്ളൂ. കല്യാണം കഴിഞ്ഞാണോ? ഇല്ല, അപ്പൊ നന്നായി കമ്പിളി പോയപ്പിന് വേറെ അർത്ഥമുണ്ട്. കണ്ടിക്കുക. തൃശ്ശൂര് കണ്ടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. എങ്ങനെ ചൂണ്ടയിടുമ്പോ വല്ലതും കിട്ടാറുണ്ടോ? ഈ ചൂണ്ടയിട്ടിട്ടാണ് ഈ ചേട്ടനെ പിടിച്ചത്. വളഞ്ഞ കുളത്ത് എടുത്ത് കുടുക്കിയതാണോ ചേട്ടാ? കിട്ടുന്ന നിർബന്ധമാണ്. ജാക്കറ്റ് മസ്റ്റാണ്. ബ്രേസർ ഇട്ടില്ലെങ്കിലും ജാക്കറ്റ് ഇടണം. ഉണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ മനസ്സിലായി. ഇതിന്റെ ഉണ്ട ഇങ്ങനെ നീണ്ടായിരിക്കുക. ഈ ഉണ്ടയല്ല അത്. ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ല. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഇനി ഓച്ചന് പറയുവാനുള്ളത് എന്താണെന്ന് കൂടി നമുക്ക് കേൾക്കാം. റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് ഇന്നാള് ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ? ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത്. താങ്ക് യു ഫോർ ദ പ്രസന്റ്. കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തു എന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര്, ഞാൻ നടീന്നേ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ. പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചൊടുക്കുകയാണ്. അവര് ഒരു സ്ത്രീയാണ്, അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല. ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും, ബോച്ചെ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ, ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചെ, എങ്ങനെ കിട്ടോ, എത്ര, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ. സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നെസ്സും ഇല്ല. എനിക്ക് എന്റേതായ ഫ്രണ്ട്സ്, എന്റേതായ ഒരു മേഖലയുണ്ട്. അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു, അവർക്ക് അവരുടേതായ റെമ്യൂണറേഷൻ കൊടുക്കുന്നു. മാത്രമല്ല, അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ്, എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത. അതൊക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ. അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട്, അവരുടേതായ വരുമാനമുണ്ട്, കാര്യങ്ങളുണ്ട്. അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല. ഒരു തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ്. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാണ് ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക, അങ്ങനെ തിരിച്ചെഴുതുക, കൂട്ടി എഴുതുക, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പൊ ഇതില് മോശമായി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. കുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ, അങ്ങനെ ഉണ്ടല്ലോ, ശരിക്കും അങ്ങനെ എടുക്കാം, ഇങ്ങനെ എടുക്കാം. അപ്പൊ ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്റെ സ്റ്റാർ ജെമിനിയാണ്. ജെമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ്. ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ്, ഡിഫറെന്റ് റോളിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എന്നില്. എങ്ങനെ എടുക്കാം, അങ്ങനെ എടുക്കാം, എങ്ങനെ വേണേ എടുക്കാം. ചിരിക്കാൻ താല്പര്യമുള്ളവര്, കൂളാവുന്നവര്, ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം. സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം. എന്നെ ചീത്ത പറയാം. ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ. എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് 30 ലക്ഷത്തോളമായി. ഒക്കെ പോസിറ്റീവാണ്. ഒരു 10 പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട്. അത് അവര് ഫേമസ് ആവാനാവാം, അല്ലെ അവര് പുണ്യാളന്മാരായതുകൊണ്ടാവാം. പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ അപ്പനുണ്ടായതല്ലേ, എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഹണി റോസിന് പറയുവാനുള്ളത് കൂടി കേൾക്കാം. ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് തന്നെ എന്നെ കൊണ്ട് എത്തിച്ചു, എന്നെയും എന്റെ കുടുംബത്തെയും കൊണ്ട് എത്തിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്ക് നേരിടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത് പലപ്പോഴും എന്റെ ശരീരത്തെ വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന മീഡിയം ഇതായതുകൊണ്ട് കൂടി ആയിരിക്കാം ഇങ്ങനെ ഒരു വരുന്നത്. പക്ഷെ എന്റെ ശരീരത്തെ വെച്ചിട്ട്, ഞാൻ ഇടുന്ന വസ്ത്രത്തെ വെച്ചിട്ട് ഒക്കെയാണ് ഈ ഭയങ്കര മോശമായിട്ടുള്ള കമന്റ്സ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. റീസെന്റ് അതെല്ലാം എന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്ന, അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാത്തത് കൊണ്ടല്ല, കേട്ടില്ല വെച്ച് പോകുന്ന ഒരു നേച്ചർ എനിക്കുള്ളത് കൊണ്ടുമായിരിക്കാം ഇത്രയും ഒരു ഡിലേ അതിൽ വന്നത്. പക്ഷെ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുണ്ടായിരുന്നത് അതെന്റെ ഫേസ്ബുക്കിൽ കൂടി ആയിരിക്കാം, അല്ലെ ഇൻസ്റ്റയിൽ കൂടി ആയിരിക്കാം, സൈബർ ഇടങ്ങളിൽ നിന്നാണ് ഇത് ഉണ്ടായത് എന്നൊരു സാധനമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പരിചയമില്ലാത്ത ചിലപ്പോൾ ഫേക്ക് ഐഡികളിൽ കൂടി ആയിരിക്കാം എന്ന് ഞാൻ ഒരു സാധനം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അതല്ല, അതൊരു സമൂഹത്തിന് കൊടുക്കുന്ന ഏറ്റവും മോശമായ ഒരു മെസ്സേജ് ഉണ്ട്. അതാണ് ഞാനൊരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും ഞാൻ നേരിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നത്. അത് ഇൻ പേഴ്സൺ ആയിട്ട് നടന്ന ഒരു കോൺവെർസേഷൻ ആണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക്, ഈ ഒരു ഡിസിഷനിലേക്ക് എത്തിച്ചേരാനുണ്ടായ ഒരു സംഭവ വികാസങ്ങളെല്ലാം സംഭവിച്ചത് അതിനുശേഷമാണ്. എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായ ഒരു മിസ്റ്റേക്ക് തന്നെയായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം എനിക്കും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്റെ ഒരു സ്വഭാവം, എന്റെ ഒരു നേച്ചർ അനുസരിച്ച് ഒരു പ്രശ്നത്തിലേക്കോ ഒരു ന്യൂസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം എനിക്കില്ല. ഞാനൊരു 20 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത്. അപ്പം കഴിയുന്നതും വിട്ടുകളയാൻ പോകുന്നത് പോട്ടെ എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഒരു ബിഹേവിയർ ആണ് എനിക്ക്. അതൊരു ശരിയായ പ്രവൃത്തി ആയിരുന്നില്ല എന്നിപ്പോ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഈ ഒരു കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്ന മാനസിക പ്രശ്നങ്ങൾ അതാണ്. കാരണം എനിക്ക്
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. കാരണം അത്രയും നല്ല അച്ഛനും അമ്മയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ, എന്നെ സ്നേഹിക്കുന്ന ആളുകൾ, എന്റെ റിലേറ്റീവ്സ് ഒക്കെ അത്രയും നല്ല മനുഷ്യരാണ്. പിന്നെ എവിടെ നിന്നാണ് എനിക്ക് ഈ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? അപ്പൊ തീർച്ചയായിട്ടും അത് ഒരു സൊസൈറ്റിയിൽ നിന്നാണ് ഞാനിത് ഫേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിപ്രഷന്റെയും ആൻസൈറ്റിയുടെയും ഒക്കെ ടാബ്ലറ്റ്സ് പോലും എടുക്കേണ്ടി വരുന്നു. എന്നെ കാണുമ്പോൾ ആളുകൾ പറയും ഞാൻ ഭയങ്കര സന്തോഷത്തോടെയാണ് എല്ലായിടത്തും സംസാരിക്കുന്നത്, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നൊക്കെ ആളുകൾ പറയും. പക്ഷെ അതല്ല, നമ്മുടെ ഉള്ളിൽ ഒരു ഭയങ്കരമായ എന്താ പറയാ ഒരു അഗ്നിപർവ്വതം തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ അഫക്ട് ചെയ്യുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. അപ്പൊ അത് ഒരു പരിധി വിട്ട് നമ്മളെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി അതിന് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു എല്ലാവരും കൂടി കൂട്ടായി എടുത്തൊരു തീരുമാനമാണ്. ലോയേഴ്സിന്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിരുന്നു. കാരണം ഇതൊരു ചെറിയൊരു ഫൈറ്റ് അല്ല, പറഞ്ഞതുപോലെ തന്നെ ഒരു ചെറിയൊരു കാര്യമല്ല. ഇതിപ്പോ എനിക്ക് ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ട് ഒരാളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. ഇതൊരു അവയർനെസ് കൂടിയാണ്. ഇത് ചെയ്യാൻ പാടില്ല, ഇതൊരു ക്രൈമാണ്. നിങ്ങൾക്ക് എന്തും വിളിച്ചു പറയാം എന്നുള്ള ഒരു അവകാശമോ അധികാരമോ ഇല്ല എന്നുള്ള ഒരു സാധനം, ഒരു അവയർനെസ് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ ഒരു മെസ്സേജ് ആയിരിക്കണം ആളുകളിലേക്ക് കൊടുക്കുന്നതെന്നുള്ള ഒരു എന്താ പറയാ ഒരു ആവശ്യം കൂടി എനിക്ക് ഇതിന്റെ പിന്നിലുണ്ട്. നമ്മളെ ഉപദ്രവിച്ചത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യത്തിൽ ഡെഫിനറ്റ്ലി എനിക്ക് അതിന്റെ എല്ലാ രീതിയിലുള്ള ദേഷ്യവും പരാതിയും വിഷമവും ഒക്കെ എന്റെ ഉള്ളിലുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഞാൻ 20 വർഷമായി ഞാൻ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. 2005 തുടങ്ങിയ ഒരു ജേണിയാണ്. അത് ഞാൻ എത്രയോ പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടും ഒരിടത്തുനിന്ന് പോലും ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി എനിക്ക് വന്നിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് എനിക്കിങ്ങനെ ഉണ്ടായത്. ആ പ്രോഗ്രാമിൽ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പല ആളുകളും പറഞ്ഞു. കാരണം അവിടെ ഞാൻ എങ്ങനെ പ്രതികരിക്കും? കാരണം ഒരു ഷോക്കാണ് നമുക്ക് സഡൻലി ഇത് വരുന്നത്. ഇത് എന്റെ തലയിൽ കൂടി 100 കാര്യം പോയി. ഞാൻ ഇതെന്താണ് ഇതിന് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് ഇപ്പൊ ഇതിനെ റിയാക്ട് ചെയ്യേണ്ടത്? കാരണം അത്രയോ ആളുകൾ നിൽക്കുന്ന ഒരു ചടങ്ങാണ്. ഞാൻ അങ്ങനെയുള്ള ചടങ്ങുകളിൽ എപ്പോ പോയാലും ചിരിച്ച മുഖത്തോടെ മാത്രമേ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവുള്ളൂ. കാരണം ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു അവസരമാണത്. ആളുകളായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് തരുന്നത്. പക്ഷെ ആ ഒരു ചടങ്ങിൽ മാത്രമായിരിക്കാം എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായി ഞാൻ തിരിച്ച് ഇറങ്ങിപ്പോരേണ്ടി വന്നത്. പക്ഷെ വീട്ടിൽ വന്ന് ഞാൻ വ്യക്തമായിട്ട് അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ചിട്ട് ഈ വ്യക്തിയെ, മാനേജേഴ്സാണ് നമ്മളെ കോൺടാക്ട് ചെയ്യുക, ഇവർ നേരിട്ടല്ല, അവരുടെ അടുത്ത് വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വ്യക്തിയെ ഇത് അറിയിക്കണം, ഭയങ്കര മോശമായി പോയി, എനിക്കിനി മുമ്പോട്ട് ഇവരുമായി സഹകരിക്കാൻ താല്പര്യമില്ല എന്നും അറിയിക്കണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. പക്ഷെ പിന്നെയും നമ്മുടെ പുറകെ നടന്ന് നമ്മുടെ പേര് പലയിടത്തും മെൻഷൻ ചെയ്യുക, വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി വീഡിയോസ് ചെയ്ത് നമ്മളെ മോശക്കാരാക്കുന്ന രീതിയിൽ ചിത്രീകരിക്കുക എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയാ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് സത്യം. നമുക്ക് ഇനി അതിൽ നോക്കി നിൽക്കണ്ട എന്നുള്ളൊരു തീരുമാനം ഞാനും എന്റെ ഫാമിലിയും എല്ലാവരും ചേർന്ന് എടുത്തതാണത്. ഏത് വസ്ത്രവും നമുക്ക് ധരിക്കുവാനുള്ള അവകാശം ഉണ്ടെന്ന് പറഞ്ഞ് അല്പവസ്ത്രധാരിയായി പൊതുവേദികളിൽ വരുമ്പോൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് ഭരണഘടന വാഗ്ദാനം നൽകുന്ന ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ അത് ജാമ്യമില്ലാ വകുപ്പായി മാറുമോ? മാന്യമായി വസ്ത്രധാരണം ചെയ്തില്ലെങ്കിലും നാം മാന്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.